തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വട്ടമിട്ട് പറക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ബംഗാൾ. അവിടെ ദേശീയ അന്വേഷണ ഏജൻസികളും ബംഗാൾ സർക്കാരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് NIA-ക്കെതിരെ സ്ഫോടന കേസ് അന്വേഷിക്കുന്ന NIA ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ് ബംഗാൾ സർക്കാർ. അത് വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ആ വിഷയത്തെക്കുറിച്ചാണ് ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നമ്മളത് ഏറ്റവും അധികം ഔട്ട് ഓഫ് ഫോക്കസിൽ ചർച്ച ചെയ്തൊരു വിഷയം കൂടിയായിരിക്കും. ഈ ബംഗാളിലേക്ക് വരുമ്പോൾ മമതാ ബാനർജി അതിനോട് നേരിട്ട് ശക്തമായി ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ നേരിട്ടൊരു പോരാട്ടം, ഒരു അറ്റാക്കിംഗ് മോഡാണ് മമതയ്ക്ക് എപ്പോഴും ഉള്ളത്. അപ്പോൾ ഈ NIA മെരുക്കാൻ മമത സജ്ജമായി കഴിഞ്ഞു. രേഷ്മ, ഇപ്പോൾ NIA-ക്കെതിരെ അല്ലെങ്കിൽ ED-ക്കെതിരെ അവിടുത്തെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേസെടുക്കുന്നു, അങ്ങനെ ഒരു പോരാട്ടം നയിക്കുന്നു. കാണുമ്പോൾ നമുക്കൊരു സിനിമാറ്റിക് ഒരു ഹീറോയിക് ആയിട്ടുള്ള വലിയ ആക്ഷനായിട്ടൊക്കെ തോന്നുമെങ്കിലും സത്യത്തിൽ ഇത് നമ്മുടെ ഫെഡറൽ ഘടനയ്ക്കകത്ത് വലിയ പരിക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ അതിൻ്റെ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ വേട്ടയാടാൻ വരുന്നു എന്നൊരു സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന സർക്കാരുകൾക്കോ തോന്നുകയാണ്. ഇവിടെ പോലും ED വന്നപ്പോൾ നമ്മൾ തിരിച്ച് കേസെടുക്കാൻ ശ്രമിച്ചില്ല കേരളത്തിൽ. ഇത് നമ്മുടെ ഒരു ഐക്യഘടനയ്ക്ക്, നമ്മുടെ ഒരു ഫെഡറൽ സ്വഭാവത്തിനകത്ത് ഗുരുതര സ്വഭാവമുള്ള പരിക്കുകൾ ഉണ്ടാകുന്നതിൻ്റെ സൂചനയാണ്. അല്ലാതെ മമതാ ബാനർജി അവരുടെ സിസ്റ്റം ഉപയോഗിച്ചതിനെ ചെറുക്കുന്നു എന്ന നിലയ്ക്ക് കാണുന്നതിനപ്പുറം ഇത് നമ്മൾ കുഴപ്പത്തിൽപ്പെടുകയാണ്. കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെ നേരിടാൻ സംസ്ഥാനങ്ങൾ തീരുമാനിക്കുന്നു. സംസ്ഥാനങ്ങളെ വേറെ ചില പവർ ഉപയോഗിച്ച് അടിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു. വൻ പ്രശ്നമാണത്. കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരെ വഴിയിൽ തടയുക, അവരെ ആക്രമിക്കുക, അവർക്കെതിരെ കേസെടുക്കുക എന്ന് പറയുന്ന സംഗതി ആശാവഹമായിട്ടല്ല ഞങ്ങളുടെ ഈ പണി പുരോഗമിക്കുന്നത് എന്നത് ചിന്തിക്കാൻ നരേന്ദ്രമോദി സർക്കാരിനെ പ്രേരിപ്പിക്കണം. കാരണം ഞങ്ങൾ ഇത് ഇറങ്ങി തിരിച്ചാൽ അവരും അവരുടെ പണിയെടുക്കും. അത് സംഘർഷത്തിലേക്കായിരിക്കും പോവുക. അത് ഈ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഉയർത്തുന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ബാക്കിയൊക്കെ ചില ഡെവലപ്മെൻറ്റ്സ് മാത്രമാണ്. അതായത് ED-യും CBI-യും IT-യും അല്ലെങ്കിൽ ഈ പറയുന്ന NIA പോലുള്ള ഏജൻസികളെ മുഴുവൻ ഏതെങ്കിലും നിലയ്ക്കുള്ള ധാർമ്മികമായ പ്രതലം അവശേഷിക്കാത്ത കേവല വേട്ടനായ്ക്കളായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അവർക്ക് വേറെ ഒരു ജോലിയും ചെയ്യാനില്ല. വേറെ ഒരു ജോലി അവർക്ക് ചെയ്യാനില്ല. അവർക്ക് ചെയ്യാനുള്ളത് BJP-യുടെ എതിരാളികളെ കണ്ടെത്തുക, എതിരാളികളെ കണ്ടെത്തി അവരെ വേട്ടയാടുക. എന്ന് വെച്ചാൽ വേട്ടയാടി കഴിയുമ്പോൾ അവർ ഒന്നുകിൽ BJP-ക്ക് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ അവർ BJP-യിലേക്ക് വന്നണയുക, അല്ലെങ്കിൽ അവരെ പിടിച്ച് ജയിലിടുക. മൂന്നേ ഓപ്ഷനേ ഉള്ളൂ. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ED റെയ്ഡ് നടത്തിയ 34 കമ്പനികൾ സർക്കാരിന് 1150 കോടി BJP-ക്ക് കൊടുത്തു. പിന്നെ അതിന്മേലൊരു അന്വേഷണം. 41 കമ്പനികളിലാണ് ED റെയ്ഡ് നടന്നത്. ആ 41 കമ്പനികൾ 1600 കോടിയോളം രൂപ BJP-ക്ക് ഇലക്ട്രൽ ബോണ്ടായി കൊടുക്കുന്നു ഈ റെയ്ഡിന് ശേഷം. പിന്നെ അതിന്മേൽ അന്വേഷണമൊന്നും നടക്കുന്നില്ല. എന്ന് വെച്ചാൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു സംഘമായി പ്രവർത്തിക്കുക. ഒരു കവർച്ച സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് ED-യുടെ 100 കണക്കിന് രേഖകൾ അടങ്ങിയ ഡോക്യുമെൻറ്റ്സ് ഡൽഹി പോലീസ് പിടിച്ചെടുത്തു ഒരു ദിവസം. ഇതൊക്കെ എവിടെ പോകുന്നതാണ്, എന്താണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നുള്ള കാര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് സ്വാഭാവികമാണ്. എന്ന് വെച്ചാൽ മമതാ ബാനർജി ചെയ്യുന്നത് ശരിയാണോ? മമതാ ബാനർജിയുടെ അടുത്തേക്ക് NIA ചെല്ലുന്നു, അവരുടെ നേതാക്കളെ പിടിക്കുമ്പോൾ അവരുടെ പ്രാദേശിക നേതാവിൻ്റെ ഭാഗത്തു നിന്ന് പീഡന പരാതി ഉയർന്നു വരുന്നു. ആ പീഡന പരാതിയിന്മേൽ അവർ ആക്ഷനുമായിട്ട് മുന്നോട്ട് പോകുന്നു. അഴിമതിക്കെതിരായിട്ടുള്ള കുരിശുയുദ്ധം ഞങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് മോദി പ്രസംഗിക്കുന്നത്. അഴിമതി നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കലാണ് ദീദിക്ക് വേണ്ടത്. അതിനുവേണ്ടിയാണ് അവർ ഈ അതിക്രിയ ചെയ്യുന്നതെന്നാണ് മോദി പ്രസംഗിക്കുന്നത്. മോദിക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യം വേണ്ടത്? മോദിക്ക് വേണ്ട സ്വാതന്ത്ര്യം ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP-ക്കാരെയും BJP-യുടെ ഫ്രണ്ട്സിനെ മുഴുവൻ സംരക്ഷിക്കുക, മറ്റുള്ളവരെ മുഴുവൻ വേട്ടയാടുക, കമ്പനികളെ സമ്മർദ്ദത്തിലാക്കുക, അവരുടെ നിന്ന് പണം വാങ്ങിക്കുക എന്ന സ്വാതന്ത്ര്യമാണ് മോദി ആഗ്രഹിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കൂടി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള അധികാര ദുർവിനിയോഗവും അധികാരത്തിൻ്റെ അമിതാധികാര പ്രയോഗവും നടത്തിയാൽ സ്വാഭാവികമായ പ്രതികരണം ഈ രാജ്യത്തുനിന്നുണ്ടാവും. ഇത് ഒരു ഏകശിലാത്മകമായ രാജ്യമല്ല. ഇവിടെ പലതരത്തിലുള്ള സംസ്കാരങ്ങളുണ്ട്, പലതരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പലതിനും പലതരത്തിലുള്ള ശാക്തിക കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ എല്ലായിടത്തും കൂടി ഏജൻസി ഉപയോഗിച്ച് അങ്ങോട്ട് വേട്ടയാടി പിടിച്ചേക്കാം. ഏജൻസി കയ്യിലുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് രാജ്യം കയ്യിൽ കിട്ടുമെന്നുള്ള അമിതാത്മവിശ്വാസത്തിന് കിട്ടുന്ന തിരിച്ചടികളാണ് ഇത് ഇങ്ങനെ ആയിരിക്കില്ല ഇത് അവസാനിക്കുക. ഇപ്പോൾ അവരവരുടെ ഏജൻസികളെ തിരിച്ചുപയോഗിക്കുന്നു, ED ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുന്നു. അതിൻ്റെ എക്സ്റ്റൻഷൻ എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് നമ്മൾ വിചാരിക്കണം. അത് പാർട്ടികൾ തമ്മിലുള്ള സംഘർഷമാവാം, അത് പലതരത്തിലുള്ള സംഘർഷങ്ങളും കലാപങ്ങളുമാകാം, അത് വലിയ ശൈഥില്യ ആഹ്വാനങ്ങളിലേക്കൊക്കെ പോയേക്കാം. സോ അതുകൊണ്ട് ഇതിനകത്ത് ഈ ഏജൻസി കൊണ്ടുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ രാജ്യം ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്.
അത് നല്ല റിസൾട്ടല്ല ഉണ്ടായിരിക്കുക എന്നതിൻ്റെ സൂചനയാണ്. നമ്മളിതിനെക്കുറിച്ച് പലതവണ ഇവിടെ സംസാരിച്ചാണ്. മമതാ ബാനർജിയും സ്റ്റാലിനും ഒക്കെയുള്ള ആളുകൾ അവർക്ക് അതിൻ്റെ ത്രെട്ടിൻ്റെ ഒരു ആഴം മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നമ്മൾ വേറെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, നിയമയുദ്ധം കൊണ്ട് കാര്യമില്ല. എന്താണോ അവർ ചീപ്പ് പണിയാണ് എടുക്കുന്നത്, സോ തിരിച്ചു അത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ അന്ത്യം ശുഭകരമായിരിക്കില്ല എന്ന് ചിന്തിക്കണം അതിൻ്റെ തുടക്കക്കാർ. അങ്ങനെയാണോ ദാവൂദ്? തീർച്ചയായും നിഷാദ് പറഞ്ഞ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ പ്രശ്നത്തിൻ്റെ ക്രക്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കഴിഞ്ഞ ദിവസം എന്താണ് ബംഗാളിലുണ്ടായത്? ശനിയാഴ്ചയാണ് NIA-യുടെ ഒരു സംഘം അവിടെ ഈ പശ്ചിം മേദിനിപൂർ ജില്ലയിൽ ഭൂപതി നഗർ എന്ന് പറയുന്ന പ്രദേശത്ത് പോവുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ 2022 അവിടെ ഒരു സ്ഫോടനം ഉണ്ടായി. സ്ഫോടനത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ കേസ് NIA ഏറ്റെടുത്തു. അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ അവിടെ തുടങ്ങുന്നുണ്ട് ഇതിനൊരു പ്രശ്നം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ NIA എന്ന് പറയുന്ന സംവിധാനം അത് അവരെങ്ങനെയാണ് ഈ പറയുന്ന ഭൂപതി നഗറിലെത്തുന്നത്? ഇപ്പം പാനൂരിൽ സ്ഫോടനം ഉണ്ടായില്ലേ കഴിഞ്ഞ ദിവസം? പാനൂർ സ്ഫോടനം ഉണ്ടായി, ഒരാൾ കൊല്ലപ്പെടുന്നു, ഒരാൾ ഹോസ്പിറ്റലിലാവുന്നു. അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച അവിടുത്തെ RSSകാരൻ്റെ വീട്ടിൽ നിന്ന് 770 കിലോ സ്ഫോടക വസ്തുക്കൾ പിടിക്കുന്നു. അതൊക്കെ എന്താ ചെയ്യുന്നത്? അതൊക്കെ ആരാ അന്വേഷിക്കുന്നത്? കേരള പോലീസല്ലേ അന്വേഷിക്കുന്നത്. കേരള പോലീസ് കേസെടുക്കുന്നു, ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണത്. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആരുടെ വിഷയം, ആരാണ് നോക്കേണ്ടത്? അത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. നമുക്ക് ഭരണഘടനാ പ്രകാരം 3 ലിസ്റ്റുകളാണുള്ളത്: സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഏത് ലിസ്റ്റാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ രാജ്യം ഉണ്ടായത് മുതൽ ഇന്ന് അടുത്ത കാലം വരെ ഇത്തരത്തിലുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് സംസ്ഥാന പോലീസാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് NIA ആക്ടിൽ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നത്. ആ അമെൻമെൻറ്റ് പ്രകാരം ഈ പറയുന്ന NIA-യുടെ ജൂറിസ്ഡിക്ഷൻ അവർ വലുതാക്കി. ടെറർ കേസുകൾക്ക് മാത്രമല്ല, ഈ പറയുന്ന ഈ കള്ളനോട്ടടി പോലെയുള്ള ഇത് കൂടെ ഇതിനകത്ത് കൊണ്ടുവന്നു. രണ്ടാമത്തത്, ഇന്ത്യയിൽ എവിടെയും ഒരു കേസ് എടുക്കുവാനും അതോ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുവാനും സംസ്ഥാന DGP-യുടെ, സംസ്ഥാന സർക്കാരിൻ്റെ NOC ഇല്ലാതെ, മുൻകൂർ അനുമതിയില്ലാതെ ഇന്ത്യയിൽ എവിടെയും കേസ് രജിസ്റ്റർ ചെയ്യാനും അതുമായിട്ട് മുന്നോട്ട് പോകാൻ NIA-ക്ക് അധികാരം നൽകി. എന്ന് പറഞ്ഞ ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു അധികാര മേഖലയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ NIA-ക്ക് ഇടപെടാനും അവർക്ക് അതിൽ കടന്നു കയറുവാനും സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് മേദിനിപൂരിൽ ഭൂപതി നഗറിൽ 2 പേർ കൊല്ലപ്പെട്ട ഒരു സ്ഫോടന കേസ് NIA ഏറ്റെടുക്കുന്നത്. അത് ഏറ്റെടുക്കുന്നതിന് ഒരു ദീർഘമായ പ്രക്രിയയുണ്ട്. അത് അതിൽ കോടതി ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ തുടക്കത്തിൽ വെസ്റ്റ് ബംഗാൾ സർക്കാർ അതിന് അനുകൂലമായിരുന്നില്ല. പിന്നെ കോടതി വഴിയൊക്കെയാണ് NIA അത് ഏറ്റെടുക്കുന്നത്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇവർ പോവുകയാണ് അതിൻ്റെ അന്വേഷണം. അപ്പോൾ ജനങ്ങൾ അവരെ തടയുന്നു, സംഘർഷം ഉണ്ടാകുന്നു. അതിനിടയിൽ ഇതിൽ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ്റെ കാഡറിൻ്റെ വീട്ടിലേക്ക് NIA കടന്നു ചെല്ലുന്നു. അങ്ങനെ കടന്നു വന്ന NIA വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കടക്കുകയും എൻ്റെ ഭാര്യയെയും വീട്ടിലുള്ള മറ്റ് സ്ത്രീകളെയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് NIA ഉദ്യോഗസ്ഥർക്കെതിരെ ഇവർ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ സ്വാഭാവികമായും വെസ്റ്റ് ബംഗാൾ സർക്കാർ, അവിടുത്തെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അത് ജാമ്യമില്ലാ കേസാണ്. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് ആവശ്യപ്പെട്ട് അവർ കൽക്കത്ത ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. കൽക്കത്ത ഹൈക്കോടതി ഇന്നത് പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ അവിടുന്ന് വാർത്തകളൊന്നും വന്നു കണ്ടില്ല. എനിവേ, ഇവിടെ എന്താണ്, ഈ NIA ഉദ്യോഗസ്ഥർ ഈ വീട്ടിൽ അതിക്രമിച്ച് കയറി പിന്നെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയോ ലൈംഗികമായ അതിക്രമം നടത്തിയോ അത് പോലീസ് അന്വേഷണത്തിൽ വരേണ്ട കാര്യമാണ്. ഇനി അതല്ല, NIA ഇങ്ങനെ കളിക്കുന്നതുകൊണ്ട് ഇരിക്കട്ടെ, നമുക്കും കളിക്കാം എന്ന് വെച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകൾ കുക്കപ്പ് ചെയ്തൊരു കേസാണോ അത് നമുക്കറിയില്ല. പക്ഷേ നേരത്തെ നിഷാദ് പറഞ്ഞത് ഇതിലൊരു പ്രശ്നം കിടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, NIA എന്ന് പറയുമ്പോൾ ഒരു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, ഒരു ദേശീയ സ്ഥാപനമാണ്. ഒരു ദേശീയ സ്ഥാപനത്തിനെതിരെ ഒരു സംസ്ഥാന സ്ഥാപനമായിട്ടുള്ള പോലീസ്, വെസ്റ്റ് ബംഗാൾ പോലീസ്, അവരൊരു ക്രിമിനൽ കേസ് ചാർജ് ചെയ്യുന്നു, അതുമായി മുന്നോട്ട് പോകുന്നു, അതുമായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നു, അവർ വിളിച്ച് ഹാജരാകണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരേ ഏരിയയിൽ പ്രവർത്തിക്കുന്ന 2 ഏജൻസികൾ, ഒന്ന് കേന്ദ്രത്തിൻ്റെ ഏജൻസിയാണ്, ഒന്ന് സംസ്ഥാനത്തിൻ്റെ ഏജൻസിയാണ്. സംസ്ഥാന പോലീസ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ആളാണ്. NIA എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ ഈ സ്വഭാവത്തിലുള്ള കേസുകൾ നോക്കേണ്ടത്. അവർ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് വിൽ ലീഡ് ടു
ദ സിസ്റ്റം കൊളാപ്സ്. അതാണ് നമ്മുടെ സിസ്റ്റം തകരുന്നതിലേക്കാണ് സംഗതികൾ നയിക്കുന്നത്. അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം. NIA-ക്കെതിരെ കേസെടുക്കുന്നു, നേരത്തെ ED-ക്കെതിരെ കേസെടുക്കുന്നു. ED-ക്കെതിരെ നമ്മുടെ കേരളത്തിൽ കേസുണ്ടായിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് 2 കേസുകൾ എടുത്തിട്ടുണ്ട്. എന്താണ്? മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ വേണ്ടി പ്രതികളെ പ്രേരിപ്പിച്ചു. അതിനൊരു ഗൂഢാലോചന കുറ്റം ചുമത്തി ED-ക്കെതിരെ സംസ്ഥാന ഗവൺമെൻറ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ED ഹൈക്കോടതിയിൽ പോയി അത് ക്വാഷ് ചെയ്യിപ്പിക്കുന്നു. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഔദ്യോഗിക ഏജൻസികളും കേന്ദ്രത്തിലെ ഔദ്യോഗിക ഏജൻസികളും പരസ്പരം ഏറ്റുമുട്ടുകയാണ്, പരസ്പരം കേസെടുക്കുകയാണ്, പരസ്പരം കോടതി കയറ്റുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സിസ്റ്റം തകരുകയാണെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ആ അവസ്ഥയിലേക്ക് എത്തിയത്? ആ അവസ്ഥയിലേക്ക് എത്താൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ആരോഗ്യകരമായിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, ദീർഘനാളത്തെ പാരമ്പര്യമുള്ള ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫെഡറൽ സ്വഭാവം ഉണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളിലേക്ക് അങ്ങേയറ്റത്തെ അധികാര ദുരയോടുകൂടി കേന്ദ്രം കടന്നു കയറി പെരുമാറാൻ തുടങ്ങിയപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇതുകൂടെ മാത്രമല്ല, ഇപ്പോൾ നോക്കൂ രേഷ്മ, സുപ്രീം കോടതിയിൽ 3 കേസുകൾ നിൽക്കുകയാണ്. 3 കേസുകൾ 3 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൊടുത്ത കേസാണ്. തമിഴ്നാട് കൊടുത്ത കേസ്, കർണാടക കൊടുത്ത കേസ്, കേരളം കൊടുത്ത കേസ്. ഈ 3 കേസിൻ്റെ പൊതു സ്വഭാവം എന്താണ്? ഞങ്ങൾക്ക് പൈസ തരുന്നില്ല എന്നുള്ളതാണ്, അല്ലേ? കർണാടക കൊടുത്തിരിക്കുന്നു വരൾച്ച ദുരിതാശ്വാസത്തിന് പൈസ തരുന്നില്ല. തമിഴ്നാട് കൊടുത്തിരിക്കുന്നു വരൾച്ച ദുരിതാശ്വാസത്തിന് പൈസ തരുന്നില്ല. കേരളം ഒന്നിനും പൈസ തരുന്നില്ല. കടമെടുക്കാനും സമ്മതിക്കുന്നില്ല, ഒന്നിനും പൈസ തരുന്നില്ല എന്ന് പറഞ്ഞാൽ 3 സംസ്ഥാനങ്ങൾ ഒരേ വിഷയത്തിൽ. എന്താ വിഷയം? അതാത് സംസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പണം നൽകുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായുള്ള പണം ലഭിക്കുക എന്ന് പറയുന്ന സാധാരണ പ്രക്രിയ അത് നടക്കണമെന്നുണ്ടെങ്കിൽ പോലും ഈ നിയമവ്യവഹാരങ്ങളിലൂടെ കടന്നു പോയിട്ട് വേണം എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സംസ്ഥാനങ്ങൾക്ക് വളരെ റിലാക്സ്ഡായിട്ട് സാധാരണ നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊരവസ്ഥയാണ്. ഇത് അങ്ങേറ്റത്തെ ഗുരുതരമായ സാഹചര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കും. അതാണ് രാജ്യത്തിൻ്റെ അഖണ്ഡതയുടെ കാര്യത്തിൽ ഏറ്റവും താല്പര്യമുള്ള, അതിൽ ശ്രദ്ധയുള്ള ഒരേ ഒരു വിഭാഗമാണ് ഞങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് BJP-ക്കാർ. അവരധികാരത്തിലിരിക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഭദ്രതയെയും ചോദ്യം ചെയ്യുന്ന, അതിൽ കുലുക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള സമീപനം ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ അധികാരത്തിൻ്റെ മേൽ കൈകടത്തുകയാണെങ്കിൽ ഞങ്ങൾക്കും കളിക്കാൻ അറിയാം, ഞങ്ങൾ ഇങ്ങനെയൊക്കെ കളിക്കും എന്ന സന്ദേശമാണ് മമതാ ബാനർജിയും സ്റ്റാലിനൊക്കെ കൊടുക്കുന്നത്. അവർ ചെയ്യുന്നത് ധാർമ്മികമായി ശരിയാണോ? ശരിക്കും ഇവർ ഈ NIA ഉദ്യോഗസ്ഥർ ലൈംഗിക പീഡനം നടത്തിയിട്ടുണ്ടോ? ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ചില സാധ്യതകൾ അവിടെ കിടപ്പുണ്ട്. നിങ്ങളിങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ ഞങ്ങളിങ്ങനെ കളിക്കും എന്ന സന്ദേശമാണ് പോകുന്നത്. അത് നിഷാദ് പറഞ്ഞ പോലെ അപകടകരമായിട്ടൊരു സംഗതിയാണ്. തീർച്ചയായിട്ടും ഈ ഏറ്റുമുട്ടൽ, പരസ്പരമുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ സങ്കീർണതകളിലേക്കാണ് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധി എല്ലാം ജനങ്ങൾക്കുണ്ട്. അത് കാണട്ടെ, മനസ്സിലാക്കട്ടെ.